ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മൂസ് കിച്ചൺ. നമുക്കിന്നിവിടെ പൊട്ടാറ്റോ കൊണ്ടൊരു ദോശ ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസ് പൊട്ടാറ്റോ പുഴുങ്ങി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതിൽ ഒരെണ്ണേ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളൂ. വേറെ ഒരെണ്ണം ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാനായിട്ടാട്ടോ എങ്ങനെയാണ് ഗ്രേറ്റ് ചെയ്യേണ്ടതെന്ന്. ഒരുപാട് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നത്. ഞാനിതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ആവശ്യം 1 ഗ്ലാസ് പാല്, 2 മുട്ട, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ ആട്ടയും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, നമുക്ക് മുളക് ചതച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ. ഇത്രയാണ് നമുക്ക് ഇതിനു വേണ്ടി വേണ്ട സാധനങ്ങൾ. ഇനി നമുക്ക് ഈ പൊട്ടാറ്റോ ഒക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇതെങ്ങനെയാണൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പൊട്ടാറ്റോ കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇത് അധികം ഞാനത് വേവിച്ചിട്ടില്ല. ഇത് നല്ല ഹാർഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒരുപാട് നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു ഗ്രേറ്റർ വെച്ച് ആ വലിയ ഇതിനകത്ത് ഇതിപ്പം ഹാഫ് കുക്ക്ഡേ ആയിട്ടുള്ളൂ. ഒരുപാട് അങ്ങ് വെന്ത് പോയാൽ നമുക്കിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പാടായിരിക്കുമേ. സൂക്ഷിക്കണം കൈ പോകാതെ. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന 2 മുട്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പൊട്ടറ്റോയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇത് മതി. നമുക്ക് ഈ പൊട്ടറ്റോയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് മിൽക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് പാൽ കൂടി ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഉപ്പിട്ട് കൊടുക്കാം, പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം, ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം, ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം, ഗാർലിക്കും ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ. നമ്മുടെ എരിവിൻ്റെ അനുസരിച്ച് നമുക്ക് ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ ആട്ടയും കൂടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് എടുക്കണം. നമുക്കപ്പം ആദ്യം 2 ടേബിൾ സ്പൂൺ പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. 1, 2. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കട്ടയൊക്കെ ഉടച്ച് കൊടുക്കണേ. നന്നായിട്ട് നമ്മൾ ഇളക്കി എടുക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. 1, 2. ഇപ്പോൾ ടോട്ടൽ 4 ടേബിൾ സ്പൂൺ നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇത് ചിലപ്പം ഇതിൻ്റെ കൺസിസ്റ്റൻസിയിൽ കുറച്ച് ഡിഫറൻസ് ഒക്കെ വരും കേട്ടോ. അത് നമ്മൾ അതനുസരിച്ച് പൊടിയൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. കുറച്ച് കുറയുകയോ കൂടുകയോ ചെയ്താലൊന്നും കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന 1 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ടോട്ടൽ ഇതിനകത്തേക്ക് 5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ചിലപ്പം നമുക്ക് വ്യത്യാസങ്ങൾ വരാം. അത് സാരമില്ല. നമ്മൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി എടുത്ത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. കണ്ടോ, ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ ഇളക്കിയെടുത്താൽ മതി. ഇപ്പം 5 എന്നുള്ളത് 5.5 4.5 ഒന്നും ആവുന്നതിൽ കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റണേ. അപ്പം നമുക്കിനി ഇതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ സ്വല്പം എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ്. സ്വല്പം എണ്ണ ഒഴിക്കണം കേട്ടോ ഇതിന്. എന്നിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മാവ്
ഒഴിച്ച് കൊടുത്ത് ദോശ പരത്തുന്ന പോലെ പരത്താം. ഉണ്ടോ, ഇതുപോലെ നമുക്ക് ദോശ പരത്തുന്ന പോലെ പരത്താം. എന്നിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം. ഇത് പതിയെ ആയി വരുന്നുണ്ട്. നമുക്കിനി ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കണേ. അപ്പം നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. 2 സൈഡും വേവാനായിട്ടാണ് നമ്മൾ മറച്ചിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഞെക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. ഇത് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. ഈ പൊട്ടറ്റോ ഒക്കെ അല്ലേ ഇതിൻ്റെ കണ്ടൻറ്റ്, അതുകൊണ്ട് നല്ല സോഫ്റ്റാണ്. ഇനി നമുക്കിതൊന്ന് ഒന്നുകൂടി മറിച്ചിടാം. അപ്പോൾ കണ്ടോ, നമ്മുടെ ഇതെല്ലാം ആയിട്ടുണ്ട്. നമുക്കിതുപോലെ റോൾ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം കൂടി ഇതുപോലെ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ആവശ്യത്തിന് എണ്ണ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പാനിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ദോശ പരത്തുന്ന പോലെ പരത്തി കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ആയി വരുന്നുണ്ട്. ഇതിൻ്റെ നടുഭാവമാണ് ആവാനായിട്ട് ഇച്ചിരി പാടുള്ളത്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നത്. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് വെന്തോളും. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഞെക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് വീണ്ടും തിരിച്ചിട്ട് നോക്കാം. കണ്ടോ, ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നേരത്തെ റോൾ ചെയ്ത പോലെ നമുക്കിത് റോൾ ചെയ്ത് എടുക്കാം. അപ്പം നമ്മുടെ പൊട്ടറ്റോ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്